മത്സ്യത്തൊഴിലാളികളെ കേരളത്തിന്റെ സൈന്യമെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. മുതലപ്പൊഴി, ആ സൈന്യത്തിൽ കുറെ പേർ താമസിക്കുന്ന സ്ഥലം. ആശങ്കയോടെ വിളിക്കുന്ന പേര് മരണപ്പൊഴി. കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. മറിഞ്ഞ് വള്ളമൊക്കെ കമ്മന്ന് ഒരു വള്ളവും ഒന്നും കിട്ടിയില്ല. വള്ളവും വലയും ഒന്നും കിട്ടിയില്ല. 4 പേര് പോയാൽ 3 പേര് രക്ഷപ്പെട്ടു. എൻ്റെ കെട്ടിയും പോയി. നമ്മുടെ പങ്കാളി ഇവിടെ നമ്മളെ കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്കൊന്നും അറിയത്തില്ല. പക്ഷെ അവർ നമ്മളെ വിട്ട് മാറുമ്പോഴേ അതിൻ്റെ വേദന എന്തിനാണെന്ന് അറിയാൻ പറ്റത്തില്ല. അതിന് ഈ കടലമ്മേനെ കൊണ്ടല്ലേ മക്കളെ നമ്മളെ ജീവിതം പോവുള്ളൂ. ഇങ്ങനെ കിടക്കും തോറും ആണുങ്ങൾക്ക് അങ്ങോട്ടൊരു പിഴപ്പും ഇല്ല. നമുക്കിപ്പം പോയ ജീവൻ നമുക്ക് തിരിച്ച് കിട്ടൂലല്ലേ. എൻ്റെ മോനെ ഇപ്പം നമുക്ക് തിരിച്ചു തരുവാൻ കിട്ടൂല. നവകേരളത്തിന്റെ പുതുവഴിയിലൂടെയാണല്ലോ യാത്ര. വികസന നേട്ടങ്ങൾ ഒന്നൊന്നായി എണ്ണിപ്പറയുന്നുമുണ്ട്. വിഴിഞ്ഞത്ത് വികസനവും മുതലപ്പൊഴിയിൽ വിഷമവും. വിഴിഞ്ഞത്ത് കപ്പലെടുത്തപ്പോൾ മുതലപ്പൊഴിയിൽ ഒരു വള്ളമോ ബോട്ടോ കടലിലേക്ക് ഇറങ്ങുന്നില്ല. ആഴക്കടൽ മത്സ്യബന്ധനം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മുതലപ്പൊഴിക്ക് ഫിഷറീസ് വകുപ്പ് നൽകിയ ബോട്ട് കടലിൽ ഇറങ്ങിയിട്ട് മാസങ്ങളായി. എല്ലാ ദിവസവും ലാസർ വരും ബോട്ട് സ്റ്റാർട്ട് ചെയ്തിടാൻ. ഈ ബോട്ട് പ്രവർത്തിക്കുമ്പോൾ 2 ലക്ഷം രൂപയുടെ ഇന്ധനവും 1 ലക്ഷം രൂപയ്ക്ക് ഐസ്, ആഹാര സാധനങ്ങൾ ഒക്കെ സജ്ജീകരിച്ച് 1 മാസം കടലിൽ കിടക്കാനുള്ള തയ്യാറെടുപ്പിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ മത്സ്യബന്ധന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് നടത്താൻ കഴിയാത്തതിൻ്റെ പേരിൽ ഈ 6 മാസക്കാലം ഞാൻ പെട്ടുപോയി മുതലപ്പൊഴിയിൽ. മരണമുഖമായി മാറിയിരിക്കുന്ന മുതലപ്പൊഴിയിൽ 2013 മുതൽ 2025 വരെ സർക്കാർ പറയുന്ന കണക്കിൽ 33 പേരെ കടലെടുത്തു. അതിൻ്റെ ഇരട്ടിയിലധികമുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ കണക്കിൽ. 2019 മുതൽ 2025 വരെ 19 പേർ മുതലപ്പൊഴിയിൽ അപകടത്തിൽ മരിച്ചു. ഇവിടെ ഇനി ഒരു മരണം സംഭവിക്കാതെ ശാശ്വതമായ ഒരു പരിഹാരം ഈ മുതലപ്പൊഴിക്ക് ഉണ്ടാകണം. മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നുള്ളൊരു ആവശ്യം ഞങ്ങൾ മുന്നിൽ വയ്ക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് മത്സ്യത്തൊഴിലാളി കേരളത്തിൻ്റെ സൈന്യമെന്നാണ്. അപ്പോൾ ആ ഒരു വാക്കും കൂടെ മാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മത്സ്യത്തൊഴിലാളികൾ പറയുന്ന വാക്കുകൂടെ ഒന്ന് പരിഗണിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതാണ് മുഖ്യമന്ത്രി പ്രശ്നങ്ങൾ. 1, മണൽ നീക്കാൻ മുതലപ്പൊഴിക്ക് സ്വന്തമായ ഒരു ഡ്രഡ്ജർ ഇല്ല. 2, അപകടം നടന്നാൽ രക്ഷാപ്രവർത്തനത്തിന് മതിയായ സംവിധാനങ്ങളില്ല. 3, അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണത്തിനും ഇതുവരെ പരിഹാരമായിട്ടില്ല. കടലിനോട് മാത്രമല്ല, മരണത്തോട് പോലും മല്ലിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികൾ. മുതലപ്പൊഴിയിൽ വേണ്ടത് മുതലക്കണ്ണീരല്ല, ശാശ്വതമായ പരിഹാരമാണ്. ബിജു VS-നൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.